നമസ്കാരം. ഇത് വെറുമൊരു ചരിത്രകഥയല്ല, മറിച്ച് രണ്ട് ഭീമൻ സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. ഈയൊരു പോരാട്ടം എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ രൂപപ്പെടുത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്നത്തെ ഇറാഖും ഇറാനും തമ്മിലുള്ള ഈ അതിർത്തി എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന്? അതിന്റെ ഉത്തരം ഏകദേശം 400 വർഷം പഴക്കമുള്ള, ചരിത്രത്തിൽ മറഞ്ഞുകിടക്കുന്ന ഒരു വലിയ സംഘർഷത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ കളിയിലെ പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കാദ്യം പരിചയപ്പെടാം. ഒരു വശത്ത് സുന്നി ഇസ്ലാം പിന്തുടരുന്ന അതിശക്തമായ ഓട്ടോമൻ സാമ്രാജ്യം, മറുവശത്തോ ഷിയ ഇസ്ലാം പിന്തുടരുന്ന സഫാവിദ് സാമ്രാജ്യം. ഈ മതപരമായ വ്യത്യാസം തന്നെയായിരുന്നു അവരുടെ അപ്രതിഹാരമായ വൈരാഗ്യത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രണ്ട് സാമ്രാജ്യങ്ങൾ, ഒരു വൈരാഗ്യം. ഇവിടെ ഒരു ഭീമൻ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുകയാണ്. എന്തായിരുന്നു ഈ വലിയൊരു സംഘർഷത്തിന് ഇന്ധനം നൽകിയത്? പ്രധാനമായും 4 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തേത് തീർച്ചയായും സുന്നി ഷിയ മതപരമായ ഭിന്നത. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ആര് നിയന്ത്രിക്കും എന്നുള്ള തർക്കം. മൂന്നാമതായി സിൽക്ക് റോഡ് പോലുള്ള പ്രധാന വ്യാപാരപാതകളുടെ സാമ്പത്തിക നിയന്ത്രണം. പിന്നെ എല്ലാത്തിനും മുകളിൽ ഇസ്ലാമിക ലോകത്തിന്റെ യഥാർത്ഥ നേതാവ് ആരാണെന്ന ചോദ്യം. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ആദ്യത്തെ ഏറ്റുമുട്ടലും വെടിമരുന്നിന്റെ ശക്തിയും. എങ്ങനെയാണ് ഒരു പുതിയ സാങ്കേതികവിദ്യ ഒരു സാമ്രാജ്യത്തെ ആ കാലത്തെ ഒരു സൂപ്പർ പവറാക്കി മാറ്റിയത് എന്ന് നോക്കാം. വർഷം 1514. ചൽദിറാൻ യുദ്ധം. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പഴയ ലോകവും പുതിയ ലോകവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായിരുന്നത്. ഒരു വശത്ത് പരമ്പരാഗത യുദ്ധമുറകൾ, മറുവശത്ത് ആധുനിക ആയുധങ്ങൾ. അപ്പോ എന്തായിരുന്നു ആ വ്യത്യാസം? ഓട്ടോമൻ സൈന്യത്തിന്റെ കയ്യിൽ അക്കാലത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ പീരങ്കികളും തോക്കുകളും ഉണ്ടായിരുന്നു. എന്നാൽ സഫാവിദ് സൈന്യം ആശ്രയിച്ചത് അവരുടെ പേരുകേട്ട ധീരരായ കുതിരപ്പടയാളികളെയായിരുന്നു. ഇതൊരു ചെറിയ സാങ്കേതിക പൊരുത്തക്കേടായിരുന്നില്ല. അപ്പോ പിന്നെ എന്ത് സംഭവിച്ചു കാണും? ഫലം വളരെ വ്യക്തവും നിർണായകവുമായിരുന്നു. ഓട്ടോമൻ സൈന്യം വളരെ എളുപ്പത്തിൽ വിജയിച്ചു. 1534 ബാഗ്ദാദ് അടക്കമുള്ള പ്രധാന പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായി. ഇത് ശരിക്കും സാങ്കേതികവിദ്യയുടെ ഒരു വലിയ വിജയമായിരുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഇതൊരു നീണ്ട പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. തലമുറകൾ നീണ്ടുനിന്നൊരു യുദ്ധം. അതായത് ഇതൊരു ഏകപക്ഷീയമായ കളിയായിരുന്നില്ലെന്ന് നമ്മൾ ഓർക്കണം. അപ്പോ നോക്കൂ, 1514 തുടങ്ങി 1555 വരെ നീണ്ട ആദ്യഘട്ടത്തിൽ ഓട്ടോമന്മാർക്കായിരുന്നു മുൻതൂക്കം. പിന്നീട് 1578നും 1590നും ഇടയിൽ സഫാവിദുകളുടെ ഒരു ബലഹീനമായ അവസ്ഥ മുതലെടുത്ത് ഓട്ടോമന്മാർ വീണ്ടും ആക്രമിച്ചു. എന്നാൽ 1603 ആയപ്പോഴേക്കും സഫാവിദുകൾ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കഥയിലേക്ക് ഷാ അബ്ബാസ് ഒന്നാമൻ എന്നൊരു നിർണായക ഭരണാധികാരി വരുന്നത്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: ഓട്ടോമന്മാരെ നേരിടണമെങ്കിൽ അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. അങ്ങനെ യൂറോപ്യന്മാരുടെ സഹായത്തോടെ അദ്ദേഹം സഫാവിദ് സൈന്യത്തെ അടിമുടി പരിഷ്കരിച്ചു. പുതിയ ആയുധങ്ങൾ സൈന്യത്തിന്റെ ഭാഗമായി. ഇതോടെ കളിയുടെ ഗതി തന്നെ പതിയെ മാറിത്തുടങ്ങി. സഫാവിദുകൾക്ക് പുതിയ ഒരു ഊർജ്ജം കിട്ടി. അവർ ബാഗ്ദാദ് പോലെയുള്ള പ്രധാന നഗരങ്ങൾ ഒന്നൊന്നായി തിരിച്ചുപിടിക്കാൻ തുടങ്ങി. യുദ്ധം കൂടുതൽ കടുത്തതും അങ്ങോട്ടുമിങ്ങോട്ടും വിജയങ്ങൾ മാറിമറിയുന്നതുമായി. അങ്ങനെ നമ്മൾ നാലാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത്രയും കാലത്തെ യുദ്ധവും സംഘർഷവും എങ്ങനെയാണ് ഇന്നത്തെ ഒരു അതിർത്തിക്ക് രൂപം കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. 1639. ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നീണ്ട സംഘർഷത്തിലെ ഏറ്റവും നിർണായകമായൊരു വർഷമായിരുന്നു ഇത്. കാരണം ഈ വർഷമാണ് ചരിത്രപ്രസിദ്ധമായ സുഹാബ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. നീണ്ടുനിന്ന ഈ യുദ്ധപരമ്പരയ്ക്ക് ഒരു അന്ത്യം കുറിച്ച സമാധാന ഉടമ്പടിയായിരുന്നു അത്. ഈ ഉടമ്പടിയാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നത്തെ ഇറാഖിന്റെയും ഇറാനിന്റെയും അതിർത്തി ഏതാണ്ട് അതേപടി വരച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒപ്പുവെച്ചൊരു കരാറ് ഇന്നത്തെ ഒരു രാജ്യത്തിന്റെ ഭൂപടത്തെ നിർവചിക്കുന്നു എന്നത് അതിശയകരമല്ലേ? അപ്പോ ഈ 200 വർഷത്തെ പോരാട്ടം ബാക്കി വെച്ചത് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ന് നമ്മൾ കാണുന്ന ഇറാഖ് ഇറാൻ രാഷ്ട്രീയ അതിർത്തി. 2, സുന്നി ഷിയ വിഭജനം,
കൂടുതൽ ആഴത്തിലുള്ളതും സ്ഥിരമായതുമായി മാറി. മൂന്നാമതായി, ഈ നീണ്ട യുദ്ധങ്ങൾ രണ്ട് സാമ്രാജ്യങ്ങളെയും സാമ്പത്തികമായി ഒരുപാട് തളർത്തിക്കളഞ്ഞു. അതെ, ഓട്ടോമൻ സഫാവിദ് പോരാട്ടം ചരിത്രമായി മാറി. പക്ഷേ അന്നവർ വരച്ച ആ അതിർത്തികളും അന്ന് ആഴത്തിലായ വിശ്വാസപരമായ ഭിന്നതകളും അതിന്റെ പ്രതിധ്വനികൾ ഇന്നും നമ്മുടെ ലോകത്തെ സ്വാധീനിക്കുന്നില്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്.